ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെത്തോലി പീര പറ്റിച്ചതാണ്. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നെത്തോലി നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ടാണ് പീര വെച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ പച്ചമാങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് കുടംപുളി യൂസ് ചെയ്യാം, പിഴിയുന്ന പുളി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇലിമ്പുളി വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. പച്ചമാങ്ങ വെച്ച് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നെത്തോലി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുഞ്ഞു നെത്തോലി അല്ല കേട്ടോ, കുറച്ച് വലിയ നെത്തോലിയാണ്. നെത്തോലി എന്ന് പറയുന്ന ടൈപ്പ് കുറച്ച് വലിയ നെത്തോലിയാണ്. അപ്പോൾ ചിലത് ഇതിന് കൊഴുവാന്നൊക്കെ പറയും. അപ്പോൾ ഇത് വലിയ നെത്തോലി ആയതുകൊണ്ട് തന്നെ ഞാനൊന്ന് പകുതിയാക്കിയിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചിലർ ഇതുപോലെ ഈ പീര വറ്റിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ നമ്മൾ തോരനൊക്കെ വെക്കുന്ന സമയത്ത് അരിയുന്ന പോലെ മീൻ കട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിതാ ഇതുപോലെ പകുതിയാക്കിയിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മൺചട്ടിയാണ് കേട്ടോ. അപ്പം നമ്മളിത് ഉണ്ടാക്കുമ്പം മൺചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ച് അടി കട്ടിയായിട്ടുള്ള പാത്രമൊക്കെ എടുക്കുക കേട്ടോ. അപ്പം നമ്മൾ അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 10-12 ഉള്ളി നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മളൊരു 5-6 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിന് ആവശ്യമുള്ള അത്യാവശ്യം നല്ല പച്ചമുളക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് എരിവിന് വേറെ മുളക് പൊടിയും കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ ഒരു എരിവാണ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 5-6 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയുടെ ഒരു പകുതി മാത്രം ഇഞ്ചി ചേർത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാനിതാ ഒരു മാങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില, പിന്നെ നമ്മൾ ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു അരമുറി തേങ്ങ ചിരവിയതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനേക്കാളും കൂടുതൽ ആ ഒരു കാണാനൊക്കെ ഒരു ഭംഗിയുള്ളത് മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴാണ് കേട്ടോ. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് നല്ലൊന്ന് യോജിപ്പിക്കാൻ കേട്ടോ. നല്ല തിരുമ്മി ഒന്ന് അമർത്തി ഒന്ന് തിരുമ്മി കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പച്ചമുളകിൻ്റെ എരിവും ആ ഒരു മാങ്ങയുടെ പുളിയൊക്കെ തേങ്ങയിലേക്കൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താലും മതി. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്താൽ മതി. അതും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആ ഒരു മീനൊക്കെ ഒന്നിങ്ങനെ വേവാനുള്ള ഒരു വെള്ളം മതി. ബാക്കി നമുക്ക് ആ മാങ്ങയിൽ നിന്നും ഉള്ളിൽ നിന്നൊക്കെ വെള്ളം വരും. അങ്ങനെ നമ്മൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അരപ്പ് മിക്സിയിൽ വേണമെങ്കിൽ എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് ചേർക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ കൈകൊണ്ട് ഞെരുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ആ ഒരു മാങ്ങയുടെ പുളിയും എല്ലാം കൂടെ ആ ഒരു മീനിലേക്കൊക്കെ ശരിക്കും പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് അമർത്തി ഒന്ന് പൊത്തി വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങളെ വീട്ടിൽ അമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു അരപ്പൊക്കെ നന്നായിട്ടൊന്ന് അമ്മിയിൽ ചതച്ചെടുത്തിട്ട് ഒരു അമ്മി കഴിക്കുക ഒരു വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്ത് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിതായി ഒരു മീൻ നന്നായിട്ടൊന്ന് ഇങ്ങനെ പൊത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിലേക്ക് ആ ഒരു കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു പച്ച വെളിച്ചെണ്ണ ഒന്ന് ഇങ്ങനെ മേലെ ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ആ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ഫുൾ വെളിച്ചെണ്ണയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ടൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു മീഡിയം ടു ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മീനൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ആ ഒരു മേലുള്ള മീനൊക്കെ ഒന്നിങ്ങനെ താഴേക്ക് ആക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കണ്ടില്ല, ഒരു പകുതിയൊക്കെ വെള്ളം ഒന്ന് വറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് വേണ്ട, അപ്പോൾ മീനൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ചൊരു കറിവേപ്പിലയും കൂടെ ഒന്നിങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒന്ന് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അടപ്പ് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ തുറന്ന് വെച്ചാൽ ആ ഒരു വെള്ളം ഒന്നിങ്ങനെ വറ്റി കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്കൊന്നൊരു 10 മിനിറ്റും കൂടെ ഒന്നൊരു ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചൊന്ന് വെള്ളമുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അത് കുഴപ്പമില്ല, നമ്മൾ ഈ ചട്ടി ആകുമ്പോൾ തന്നെ അതിൽ നിന്ന് കുറച്ചുകൂടെ ഒരു വെള്ളമൊക്കെ ഒന്നിങ്ങനെ വറ്റും ചെയ്യും. പിന്നെ ഒരുപാട് ഡ്രൈ ആകുന്നതിനേക്കാളും കുറച്ചുകൂടി ആ ഒരു ജ്യൂസി ആയിട്ടുള്ളതാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ആ ഒരു നെത്തോലിയും പച്ചമാങ്ങയും കൂടെ ഉള്ള ഒരു പീര വറ്റിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നമുക്ക് ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പാകത്തിനുള്ള എരിവും ഉപ്പുമൊക്കെ ആയിട്ടുണ്ട്, നല്ലൊരു പുളിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു നെത്തോലിക്ക് പകരം ഇതുപോലെ കുഞ്ഞു മീനൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം, മത്തി വെച്ചിട്ടും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നെത്തോലി കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടുള്ള നെത്തോലി പീര പറ്റിച്ചത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.